നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ വൃശ്ചികക്കൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 2026 ഓഗസ്റ്റ് മാസം ചാരവശാലുള്ള പൊതുഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഇവർക്ക് തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമല്ല. കഠിനാധ്വാനം കൂടുവാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റം ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ജോലി സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ മേലധികാരികളിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള അനുകൂല നിലപാട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ 16 ശേഷം തൊഴിൽ വളരെ അധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വരുമാന നേട്ടം ഉണ്ടാവുന്നതാണ്. തൊഴിൽ അനുകൂലമായ വാർത്ത കേൾക്കുവാൻ ഇടയാവുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ ലബ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയത്ത് വരുമാന വർധന ഉണ്ടാകുവാനും ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ വളരെ ഗുണകരമായ മാസമാണ്. വിവിധ രീതിയിൽ വിവിധ സ്രോതസ്സിൽ നിന്നും വരുമാനം ഉണ്ടാവുന്നതാണ്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായി വരുമാന മാർഗം ഉണ്ടാവുന്നതാണ്. എങ്കിലും ചിലവ് കൂടുന്ന ഒരു മാസം കൂടിയാണ്. അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. ആഡംബരത്തിനായി കൂടുതൽ പണം ചിലവഴിക്കാതിരിക്കുകയും പണമിടപാടുകളിൽ ജാഗ്രത ഉണ്ടാവുകയും ചെയ്യേണ്ട സമയമാണ്. ആരോഗ്യകരമായി അത്ര തൃപ്തികരമല്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെച്ച് താമസിപ്പിക്കാതെ വളരെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയം കൂടിയാണ്. ഊഹക്കച്ചവടം നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ വളരെ ഗുണകരമാണ്. പുതിയ തൊഴിൽ ഉണ്ടാക്കിയെടുക്കുവാനും തൊഴിലിൽ ലാഭം ഉണ്ടാക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായി പറയുകയാണെങ്കിൽ ശുക്രൻ നീചാവസ്ഥയിലുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഒരു സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാവുന്നത്. ഭിന്നാഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. സംസാരം നിയന്ത്രിക്കേണ്ടതുണ്ട്. പങ്കാളിയുമായി അകൽച്ച ഉണ്ടാകാതെ നോക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രണയിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. വാഹനയാത്ര വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. വിദ്യാ നേട്ടം ഉണ്ടാവുന്ന, ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരുവാനുള്ള അവസരം ഉണ്ടാവുന്നതും ആണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ
വൃശ്ചികക്കൂറുകാർക്ക് ആഗസ്റ്റ് മാസം സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുകയും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും.